സോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആ ഒരു പോസ്റ്റർ കണ്ടില്ലേ, ഇത് ഞാൻ ഇന്ന് രാവിലെ മോർണിംഗ് എണ്ണിക്കുമ്പോൾ ഞാൻ റീൽ സ്ക്രോൾ ചെയ്തപ്പം ഈ കുട്ടിയുടെ സെയിം അതേ വീഡിയോ തന്നെ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുട്ടീനെ അതിൻ്റെ അമ്മ എടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ മൈക്ക് പിടിച്ചിട്ട് സംസാരിക്കാൻ ചെല്ലുന്ന ആൾക്കാർ, അങ്ങനത്തെ ഒരു സംഭവം ഒരു റീലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ കുട്ടിയുടെ 2 കൈയും ഒടിഞ്ഞിട്ട് അത് ഇങ്ങനെ ഇരിക്കുകയാണ്, അമ്മയുടെ ഒക്കത്തിരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ പോയത് ഒരു ഭയങ്കര വികൃതിയുള്ള കുട്ടിയാണ്, എവിടുന്നോ വീണതാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് സൈക്കിളിൽ നിന്ന് വീണാന്നാണ് ആ അമ്മ പറയുന്നത്. അവളൊന്നും അമ്മ എന്ന് വിളിക്കാൻ പറ്റൂല. ഈ സംഭവം കണ്ടു. അത് കഴിഞ്ഞ് ഞാനൊരു 2 റീലും കൂടെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു പോസ്റ്റർ കാണുന്നത്. ഞാൻ ശരിക്കും ഷോക്കായി. കാരണം നേരത്തെ ജീവനോടിരുന്ന കുട്ടി ഇപ്പം ആ ഒരു പോസ്റ്ററിൽ ആ കുട്ടി ജീവനോടില്ലാന്ന്. അപ്പം ഞാൻ എന്നിട്ടിപ്പോൾ തപ്പിപ്പോയി എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ആ എടുത്തോണ്ട് നിന്ന ആ ഒരു മറ്റേ മോളാണ് ആ കുട്ടീനെ കൊന്നെന്നുള്ളത്. അതും അതിൻ്റെ ആ പെണ്ണും ആ പെണ്ണിൻ്റെ 2ാമത്തെ ഭർത്താവും അവർ കൂടെ ചേർന്നിട്ടാണ് ആ കുട്ടീനെ കൊന്നതെന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്കൊക്കെ എങ്ങനെ ഇത്ര ധൈര്യം വരുന്നു. സ്വന്തം 10 മാസം ചുമന്ന് പെറ്റ് എന്തിനാ? പിന്നെ പെറാൻ പോകരുത്, നിനക്കൊക്കെ നോക്കാൻ കഴിയില്ലെങ്കിൽ ചെയ്യാൻ പോകരുത്. എനിക്കിപ്പോഴും ഞാൻ ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. അതുപോലെ ഞാൻ ഇപ്പോൾ ഒരു റീലും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഈ കണ്ട വീഡിയോയിലാണെങ്കിൽ കൂടെ തുണി എടുത്ത് അലക്കുന്ന രീതിയിലാണ് ആ തെണ്ടി ആ കുട്ടീനെ എടുത്തിട്ട് അലക്കുന്നത്. എനിക്ക് മനസ്സിലൊന്നും എടുത്തിങ്ങനെ എറിയോ, ഇങ്ങനെ വലിച്ചെറിയോ, എങ്ങനെ പറ്റുന്നത്? എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്കത് കാണാനുള്ള ശേഷി ഉണ്ടായിട്ടില്ല. ഒരു 2-3 സെക്കൻഡ് മാത്രമേ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ. എടാ എങ്ങനെ പറ്റുന്നടാ അതൊക്കെ? ഈ 2ാമത് കാണിച്ച റീല് ഏതോ നോർത്ത് ഇന്ത്യയിൽ ഏതോ സ്ഥലത്താണ് നടന്നത്. അവിടെ നടന്നതും ഈ കേരളത്തിൽ നടന്നതും സെയിം ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നും ഇല്ല. നമ്മൾ ഒന്നെടുത്ത് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നോർത്തിലുള്ള സ്റ്റേറ്റ്സും നമ്മുടെ കേരളമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല. നമ്മൾ അത്ര പുണ്യാളന്മാരൊന്നും അല്ല. കേരള ഭയങ്കര ലിറ്ററസിയുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരുമയുള്ള സ്ഥലമാണ്, ഒക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലും ഇതുപോലെ ഭയങ്കരമായിട്ട് നമുക്ക് മനുഷ്യനായിട്ട് ജീവിക്കുന്നവർക്ക് അക്സെപ്റ്റബിൾ ആവാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ഡോണ്ട് കമ്പയർ. ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യില്ല, അതിനുള്ള അർഹത പോലും നമുക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവനെയൊക്കെ വധശിക്ഷ കൊടുത്താൽ പോരാ. എല്ലാവരും പറയുന്നുണ്ട് വധശിക്ഷ കൊടുക്കണം. ഇവൻ ആ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക, കൊല്ലുക. ഇതുപോലുള്ളവനെയൊക്കെ കൊന്നുക. അതിപ്പോൾ അവനായാലും അവളായാലും. അവിടെ 50+, 50+ ആയിട്ടുള്ള ഓരോരോ സ്ഥലങ്ങളിലും ഓരോ മാർക്കിങ്സ് ആണ് ആ കുട്ടിക്കുള്ളത്. അതിൻ്റെ ജനനേന്ദ്രിയം അതൊക്കെ പിഞ്ച് കുഞ്ഞല്ലേ അത്? എങ്ങനെ സാധിച്ചു നിനക്കൊക്കെ? ആ പെറ്റ തള്ളയെന്ന് പറയുന്ന മോള്, അവളൊക്കെ ഉണ്ടല്ലോ, ഞാനൊന്നും പറയുന്നില്ല. എനിക്കതിൽ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്ത് പോകുന്നതാണ്.